പ്രിയരെ, ഒരു സന്തോഷ വാർത്ത. നിങ്ങൾ മഹാവിജയമാക്കി മാറ്റിയ ജീവിതം സാക്ഷിക്ക് ശേഷം പാലാ കമ്മ്യൂണിക്കേഷൻസ് 2024 ജൂലൈ 15 മുതൽ അവതരിപ്പിക്കുന്ന പുതിയ നാടകം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. നാടകരചന മുഹാദ് വെമ്പായം. നിർമ്മാണ നിർവഹണം ഫാദർ ക്രിസ്റ്റി പന്തലാനി. അവതരണം പാലാ കമ്മ്യൂണിക്കേഷൻസ്. ദീപസംവിധാനവും നാടക സംവിധാനവും സുരേഷ് ദിവാകരൻ. ഒരിടത്തൊരിടത്ത് ഒരു കുടുംബമുണ്ടായിരുന്നു. എൻ്റെയും നിങ്ങളുടെയും പോലെ ഒരു കുടുംബം. അമ്മ, അച്ഛൻ, മക്കൾ, സ്നേഹം, ശാസനകൾ, കൊച്ചു കൊച്ചു വിഷമങ്ങൾ, അതിലും വലിയ സന്തോഷങ്ങൾ, ഇണക്കങ്ങൾ, പിണക്കങ്ങൾ. എല്ലാ മനുഷ്യരെയും പോലെ ആ വീട്ടിലുള്ളവരും കരുതി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, ജീവിതം സുന്ദരമാണ്. പക്ഷേ ഏടുകളിൽ ഏതോ ഒരുത്തനെഴുതിയ അത്തരം ഭംഗിവാക്യങ്ങൾക്ക് വഴങ്ങിത്തരുന്ന അനുസരണയുള്ള ഒരു കുട്ടിയല്ല ജീവിതം. കണ്ണു തെറ്റിയാൽ കടലെടുത്തു പോകാൻ പരുവത്തിൽ ചില അപ്രതീക്ഷിത തത്വങ്ങൾ അനുവാദം ചോദിക്കാതെ കടന്നുവരും. ഈ കുടുംബത്തിലും അതെ, ഒരായുസിനെ മുഴുവൻ നീറ്റാൻ തക്ക വലിപ്പമുള്ള ചില അതിഥികൾ വിളിക്കാതെ വിരുന്നു വന്നു. പിന്നെ നടന്നത് ആരും കരുതാത്ത ചിലതാണ്. 2024 ജൂലൈ 15 മുതൽ പാലാ കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന പുതിയ ജീവിതം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ചില മനുഷ്യരുടെ ജീവിതങ്ങളിൽ നിന്നും സാംശീകരിച്ച ഒരു കഥ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അതും ബുദ്ധിയോടെ അനിയത്തിക്കൊണ്ടു ഞങ്ങളെ വളർത്താൻ അമ്മച്ച് ചെയ്യാത്ത പണിയില്ല, ചുമക്കാത്ത ഭാരമില്ല, അനുഭവിക്കാത്ത ദുരിതങ്ങളില്ല. പകൽ മുഴുവൻ പ്രാർത്ഥനയിൽ കണ്ണോടിക്കാൻ പോകും. എന്റെ അനിയത്തിയുടെ ലുങ്കിയിൽ അമ്മച്ചയുടെ കഴുത്തിൽ ചേർത്ത് കെട്ടിയിട്ട് കരികൾ കുറച്ച് അമ്മച്ചയെ കാണുമ്പോ ഉറങ്ങാത്ത മുറിവിൽ മുളക് തെറ്റും പോലെ എനിക്ക് പോകും. കാര്യം വയ്യാത്ത 7 വയസ്സിലായിരുന്നു എന്ത് ചെയ്യട്ടെ. കോഴിയിലെ പണി കഴിഞ്ഞ മനസ്സിലാക്കി വീട് നിൽക്കും. അമ്മച്ചി ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. രാപ്പകൽ ജോലിയോട് 8ാം ക്ലാസ്സിൽ ഒരിക്കൽ ക്ലാസ് നേരത്തെ വിട്ട് കോഴിയിൽ വരുമ്പോ അനിയത്തിക്ക് ചോറ് കൊടുത്തതുകൊണ്ട് 5 മിനിറ്റ് പണിയിൽ നിന്ന് റെസ്റ്റ് എടുക്കുന്നത് കോഴി വന്നാണ് അമ്മച്ചിയെ ചെകിട്ട് തല്ലുന്ന പറയുമ്പോ അന്ന് പടുത്തുന്നുണ്ട്. ഒരു വീരാനെ കൊണ്ട് വരുന്ന സകലം ചെയ്ത് അവരെ പുലർത്തി. എനിക്ക് ഉറപ്പാണ് കൈ നീക്കിയാൽ തൊടാവുന്ന ദൂരത്ത് വീണു അപ്പത്തെ ഞങ്ങൾക്ക് നൽകിയ പൈതൃകത്വം ഉണ്ട്. അടുത്തോട്ടുള്ള ഒരു മുറി അമ്മച്ചിയുടെ സ്വപ്നമാണ്. അത് ഉണ്ടാക്കിക്കൊടുക്കുന്ന പിജനങ്ങൾ ചത്തുപോയെന്ന് സത്യമില്ല. അതിനുള്ള അവസാന വഴിയായിരുന്നു അപ്രതീക്ഷിതമായി അമ്മച്ചിയിൽ വെച്ച് വലിയ സമാധാനം. ഇങ്ങനെ മറന്നു. ഇത് വാങ്ങണം. വണ്ടിക്കൂലി കഴിഞ്ഞ് ബാക്കിയുള്ളത് അമ്മയ്ക്ക് വൈകി തൊഴിലേക്ക് നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. നിങ്ങൾ ചെയ്തതെന്നുള്ളത് ദൈവം. പക്ഷെ എന്റെ മനസ്സ് പറയുന്നു ആ പണം ഈ ഗ്രാമം വീട്ടിൽ പോയിട്ടില്ല.
സംശയമുണ്ട്. അത് നല്ല സംശയമുണ്ട്. എനിക്കറിയാൻ സമയമില്ല. ഇത് വിളിക്കുന്ന ഓരോ നിമിഷം നമുക്ക് അപകടമാണ്. ഞാനൊരു ഐഡിയ പറയാം, നിങ്ങൾ എന്റെ കൂടെ നിൽക്കോ? ഞാൻ കൂടെയല്ലേ നിൽക്കുന്നത്. നമ്മൾ ഈ കാശും കൊണ്ട് രാത്രി ആവാൻ ഇവിടെ ഒന്ന് മൂന്നും. അപ്പൊ പാവം ഗോപിയേട്ടൻ അങ്ങനെ പറഞ്ഞെങ്ങനെ? ഗോപിയേട്ടൻ ബിന്ദുവെടുത്തുകൊണ്ട് പ്രൈം ഹോസ്പിറ്റലിൽ കിടക്കുമല്ലേ? നമ്മളിപ്പോ ഈ സമയത്ത് മുങ്ങിയ അവർക്ക് ഇത് സംശയം തോന്നില്ലേ? നമ്മൾ ഈ കാശ് അത് തന്നെ കാണാൻ ഒളിപ്പിക്കുന്നു. എന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. എന്റെ അമ്മ മരിച്ചു പോയി വീട്ടിൽ പോകണമെന്നും ഒരു കള്ളം പറയും. എന്നാലും എന്റെ വിഗ്രഹിച്ച് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ എനിക്ക് കൂടെ നിൽക്കാൻ കഴിഞ്ഞില്ലല്ലോ. നല്ല കഴിച്ചു കഴിയും. എന്നിട്ട് എനിക്ക് ഈ കൈ കിടക്കുന്ന മുക്കാ പോയിന്റെ വളരെ കൂടി എന്റെ ത്യാഗം ചെയ്യുമ്പോൾ ഗോപിയെ ഏൽപ്പിച്ചിട്ട് പറയും, തൽക്കാലം ഇത് മാത്രമേ തരാനുള്ളൂ, ഞങ്ങൾ പണ്ടത്തിന് കൂടിയിട്ട് വരേണ്ടി പറയും. എന്റെയോ നിങ്ങളുടെയോ വീട് വീട്ടുകാരത്ത് അല്ലെങ്കിൽ അവരെ കഴിച്ച് നമ്മൾ നിന്നു. ഇവിടെ വന്ന് ഈ ബാഗ് എടുത്ത് കിട്ടുന്ന കയ്യില് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു മടങ്ങില്ല. എന്നാലും ഇത് ഗോപിയേട്ടനോട് അവകാശപ്പെട്ട പണമല്ലേ? ചതിയല്ലേ അത്? തീരുമാനമെടുക്കുമ്പോൾ നല്ല ഞാൻ ചോദിച്ചത് കൂടെ നിൽക്കുന്നത് മാത്രമാണ്. ഇല്ലാന്നാണ് ഉത്തരവെങ്കിൽ ഇതെങ്ങനെ സാധിച്ചതെന്ന് എനിക്കറിയാം. ഞാനുണ്ട് കൂടെ. ഇനിയുള്ള നമ്മുടെ ഓരോ നീക്കവും സൂക്ഷിച്ചറിയണം. ഇഞ്ചി കഴിച്ച പുറകിൽ കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റാത്തോണ്ടാണ്. അത് ഞാനോട് പങ്കുവയ്ക്കുന്നു. നീ എന്റെ ചങ്ക. എടാ, ഒരു ദിനം നമ്മൾ ഈ പൈസ ചെലവാക്കും. അന്ന് ബിന്ദുവോ നിന്റെ ഭാര്യ കല്യാണിയോ ഇതവിടെ കിട്ടി ചോദിച്ചാൽ അയ്യോ ഉടനെ ഒന്നും നമ്മൾ ഈ സാധനം അനക്കത്തില്ല. ഒരു 2-3 മാസം കഴിഞ്ഞെടുക്കും. ഞാൻ പണ്ടേ ലോട്ടറി എടുക്കുന്ന ആളാ. നാളെ മുതൽ ചേട്ടന് സ്ഥിരമായിട്ട് ലോട്ടറി എടുക്കണം. ഒരു ദിവസം നമുക്ക് ലോട്ടറി അടിച്ചെന്ന് ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാം. എന്നാലും എനിക്കൊരു സംശയം, ഇനി ഈ കാശ് പാകിസ്ഥാനിലുണ്ട്. പിന്നെ അങ്ങേരെ അങ്ങോട്ടേക്ക് അമ്പാനിയോട് കാശ് വെക്കാൻ പോലെ എന്റെ ഗോപിയൊക്കെ നമ്മുടെ കഷ്ടപ്പാട് കണ്ട് ദൈവം പാട്ടുപാടി കൊടുത്തായിരിക്കാം. ചിലപ്പോ ജൂലൈ 6 രാത്രി 8:30. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. എന്റെ ഗോപിയൊക്കെ നമുക്കിത് കിട്ടി. നമ്മുടെ 2 ആയിട്ട് ഷെയർ ചെയ്തു. 3 ആയിട്ട് അതുകൊണ്ടല്ലേ എന്റെ കൊച്ചുമോളെ മാലകളെ പോയ കേസി ഞാനിവിടെ വന്നിട്ടില്ലാതെ നീ എനിക്ക് കാശ് തന്നില്ല. അതുകൊണ്ടല്ലേ അകത്തെ കുടുംബറിയിലെ പൈപ്പ് കംപ്ലൈന്റ് ആയതുകൊണ്ട് പുറത്തെ കുടുംബറിയിൽ കുളിക്കാൻ വന്നതും ദൈവം എന്നെ കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിച്ചതും. എന്നോട് പിടങ്ങാതില്ല, ഞാനിതെല്ലാവരോടും പറയും. ഷെയറിൽ 2 ആയിട്ടല്ല 3 ആയിട്ട്. കള്ളിന്റെ കാര്യമല്ലേ ബാത്റൂമിലെ കപ്പ ഇതിലൊഴിച്ചാൽ മതി. അത് നിന്റെ നല്ല ഇരിക്കട്ടെ. ഇങ്ങനെന്തോ രഹസ്യം പറയുന്നതോ തീക്കുന്നതോ തിരക്കുന്നതോ കേട്ടോ ഞാൻ പണ്ടാര മുടക്കാൻ അവിടെ ക്ഷമിക്കാത്ത വെള്ളം പോയി പിന്നെ വിട്ടുവിട്ടാ കേട്ടത്. എന്തോ മാറ്റി വെക്കുവന്നോ ബുദ്ധി വാങ്ങുവന്നോ ലോട്ടറി അടിച്ചോ? സത്യം പറയണ ഗോപി, നിനക്ക് ലോട്ടറി അടിച്ചോ? അടിച്ചെങ്കിൽ ഒരു 2 ലക്ഷം രൂപ ഈ പാപത്താണ്. പാലെടുത്ത് കൊടുത്തില്ലെങ്കിൽ അവരുടെ വീട്ടിൽ കയറ്റത്തില്ല. ലോട്ടറി അടിച്ച കാര്യമല്ല പറഞ്ഞത്, ലോട്ടറി എടുക്കുന്ന കാര്യമാണ്. നീ ഞാൻ നിനക്കൊക്കെ ഈ തൊഴുത്തിൽ എന്തോ ചുറ്റിക്കളിയുണ്ട്. എന്താ ഞാനൊരു സത്യം പറയാം. ഞങ്ങള് 2 അടിക്കാനുള്ള സെറ്റപ്പോ പാച്ചു അങ്ങനെ കണ്ടുവെക്കുക. കണ്ണിന്റെ കായുണ്ടത് 6 മൈൽ അപ്പുറത്ത് നിന്ന് പറഞ്ഞാൽ ഈ പാട്ട് പാവല് കത്ത് നിന്നെയൊക്കെ വിറ്റ ബുദ്ധി ഈ പാട്ടുമാവിന്റെ കൈകൊണ്ടടാ. നീയൊക്കെ 2 പെഗ് തന്നല്ലേ വശപ്പാക്കാൻ നോക്കിയോ? നിനക്കൊക്കെ ലോട്ടറി അടിച്ചത് തന്നെ. അത് ഭാഗ്യം കൊണ്ട് മാറും വരെ ഈ തൊഴുത്തിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് ഉറപ്പാണ്.